യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഒരു ലഞ്ച് വ്ളോഗാണ്. അപ്പം ഇന്നത്തെ ലഞ്ചിന് ഞാൻ തീയൽ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം തീയലിന് ഞാൻ ആദ്യം വിചാരിച്ചത് ചേനയും ചെറിയുള്ളിയും കൂടെ മാത്രം തീയൽ ഉണ്ടാക്കാമെന്നാണ്. പിന്നെ ചെറിയുള്ളിയൊക്കെ തൊലി കളഞ്ഞ് എടുക്കാനുള്ള മടിക്ക് ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിൽ ബാക്കി കുറച്ച് പച്ചക്കറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, കായ്, പയറ്, അങ്ങനെയുള്ള കുറച്ച് സംഗതികൾ. അപ്പം അതെല്ലാം കൂടി ഇട്ട് ഒരു തീയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ചെറിയുള്ളി, ഒരു 5-6 ചെറിയുള്ളി അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് വെള്ളത്തിലിട്ട് നന്നായിട്ട് ആദ്യം കഴുകിയെടുക്കും. അതിനുശേഷം നമുക്ക് അത് വേവിക്കാൻ വെക്കാം. അപ്പം ഞാൻ ചേന എടുത്തിട്ടുണ്ട്, കായ എടുത്തിട്ടുണ്ട്, പയറെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വെള്ളരിക്ക ഇരിപ്പുണ്ട്, അതും ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ കുഞ്ഞുള്ളിയും കൂടെ തൊലി കളഞ്ഞ് അതും കൂടെ ചേർത്ത് കൊടുക്കും. അപ്പോൾ ഇത്രയാണ് ഞാൻ കഷ്ണങ്ങൾ എടുത്തിരിക്കുന്നത്. ഇതിനി നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ ചട്ടിയിലാണ് വേവിക്കാൻ വെക്കുന്നത്. കുക്കറൊന്നും വേണ്ട, ചട്ടിയിൽ വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ അത് ആവശ്യത്തിന് പാകത്തിന് വെന്ത് കിട്ടും. അപ്പോൾ അതിനകത്തേക്ക് ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അങ്ങ് വേവിക്കാൻ വെക്കുക അടച്ച്. ഇനി അത് വെന്ത് വരുമ്പോഴത്തേനും ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പം പുളി നമുക്കൊന്ന് നമ്മുടെ വെള്ളത്തിലിട്ടൊന്ന് കുതിർക്കാൻ വെക്കാം. അപ്പോൾ ഇതായി വരുമ്പോഴത്തേനും പുളിയും കുതിർന്ന് കിട്ടും. പിന്നെ നമുക്കിനി തേങ്ങ വറക്കാം. അപ്പം തേങ്ങ ആവശ്യത്തിനെടുത്ത് ഒരു ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 3-4 ചെറിയുള്ളിയും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇനി നമുക്കത് വറുത്തെടുക്കാം. വറുത്തെടുക്കുമ്പം തേങ്ങ വറുക്കുമ്പോൾ എപ്പോഴും സൂക്ഷിക്കണം കരിഞ്ഞു പോകാതെ. അപ്പം ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇടയ്ക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പയർ മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ടുള്ള പയറും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുക്കണം. അപ്പോൾ അതും ഞാൻ ഒപ്പത്തിന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തേങ്ങ നല്ലോണം മൂത്ത് വരുന്നുണ്ട്. തീയലിനാകുമ്പോൾ നന്നായിട്ട് തേങ്ങ വറക്കണമല്ലോ. അപ്പം നന്നായിട്ട് ബ്രൗൺ കളർ ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. എന്നിട്ട് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അതിൽ വെച്ചുകൊണ്ട് തന്നെ പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നാമത് ചട്ടി ആയതുകൊണ്ടാണ് കൂടുതലും നല്ലപോലെ ചൂട് തങ്ങി നിൽക്കും, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതിനകത്തേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്കിനി ഇത് ആറാൻ വേണ്ടിയിട്ട് വെക്കാം. ആറിയതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിങ്ങനെ വരുന്നുണ്ട്, കുറച്ചുകൂടെ ഒന്ന് വേകണം. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടെ ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്ക് അരി വെക്കണം. അരി ഇട്ടിട്ടില്ലായിരുന്നു, അപ്പോൾ കുക്കറിൽ നമുക്ക് അരി കഴുകിയിടാം ചോറിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതും കൂടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനിയും നമ്മൾ തേങ്ങ വറുത്തെടുത്തു, അത് അരച്ചെടുക്കണം. എന്നിട്ട് ഇതിനകത്തേക്ക് ചേർക്കണം. പിന്നെ പയർ മെഴുക്കുവരട്ടിയും വെക്കണം. പിന്നെ കുറച്ച് മീൻ ഇരിപ്പുണ്ട്, അപ്പോൾ അതൊന്ന് വറക്കാൻ വേണ്ടിയിട്ടെല്ലാം പുരട്ടി വെക്കണം. ഇത് കഴിഞ്ഞിട്ട് പുരട്ടി വെക്കാം. അപ്പോൾ ഞാൻ പയർ ബാക്കിയിരിക്കുന്നത് മൊത്തം ക്ലീൻ ചെയ്തെടുത്തു. ഇനി ഇത് കഴുകി നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം, വെള്ളം ഒഴിച്ച്. അപ്പം ഇതിന് ഞാൻ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ചെയ്യത്തില്ല. കുറച്ച് പച്ചമുളകും ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വേവിക്കും പയറ്. എന്നിട്ട് അവസാനം വെന്ത് വെള്ളം വറ്റുമ്പോഴത്തേക്കിനും ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് അങ്ങ് മൂപ്പിച്ചെടുക്കും. അപ്പോൾ പയറ് മെഴുക്കുവരട്ടിയും റെഡിയാകും. നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഏകദേശം വീണ്ടും വെന്ത് വന്നിട്ടുണ്ട്. വീണ്ടും എന്നല്ല, ഏകദേശമൊക്കെ ഓൾമോസ്റ്റ് മുഴുവനും വെന്തിട്ടുണ്ട്. നമുക്ക് മീനിൻ്റെ കഷ്ണത്തിൽ അരപ്പും കൂടെ മീൻ വറക്കാൻ വേണ്ടിയിട്ടുള്ളതും കൂടെ പുരട്ടി വെച്ചിട്ട് നമുക്ക് തീയലിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പം ഞാൻ ആദ്യം ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും കൂടെ ചേർത്ത് ഒന്ന് പുരട്ടി വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അപ്പോഴത്തേനും ഒന്ന് കുറച്ച് താമസിച്ചു പോയില്ലേ ഇത് പുരട്ടി വെക്കാൻ, അത് മീൻ വരാൻ താമസിച്ചു, അതാ പറ്റിപ്പോയത്. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും കൂടെ ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും മുളക് പൊടി എല്ലാം കൂടെ അരച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കണം.
ആവശ്യത്തിന് പുളി പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് തിളക്കട്ടെ. ആ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ അരപ്പരച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനത് ഫാനിൻ്റെ കീഴിൽ കൊണ്ടുവച്ച് എല്ലാം അരച്ചെടുത്തതാണ് നമ്മുടെ തേങ്ങ വറുത്തത്. അത് നന്നായിട്ട് അരച്ചെടുക്കുക. വെള്ളം ചേർക്കാതെ അരയ്ക്കണമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ചിലപ്പോൾ എനിക്ക് അത് വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരഞ്ഞ് കിട്ടും. പക്ഷേ ചിലപ്പോൾ അത് ആകത്തില്ല. അതൊരു തേങ്ങ പോലിരിക്കും. അപ്പം എനിക്കൊന്ന് എണ്ണമയം നല്ല തേങ്ങ എണ്ണയൊക്കെ വരുന്ന തേങ്ങയാണെങ്കിൽ അത് നന്നായിട്ട് വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടും, നല്ല മഷി പോലെ. പക്ഷെ ഇതിപ്പം വെള്ളം ചേർക്കേണ്ടി വന്നു. ഇനി നമുക്ക് ഞാൻ ചെയ്യുന്നത് നമ്മുടെ മീനിലേക്കുള്ള കാര്യങ്ങളാണ്. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഇച്ചിരി കുരുമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. കുരുമുളക് ഓൾറെഡി ചേർത്ത് ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇതും കൂടെ പുരട്ടി കൊടുക്കുക. അപ്പോൾ അതും കൂടെ കുറച്ച് നേരം കൂടി ഇരുന്നിട്ട് അതും കൂടെ അങ്ങ് വറുത്തെടുക്കുക. ഇത് ഒരുപാട് നേരം വെക്കാൻ പറ്റിയില്ല, കുറച്ച് താമസിച്ചതുകൊണ്ട്. അപ്പം നമ്മുടെ പയറെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പയറിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അത് മെഴുക്കുവരട്ടിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരപ്പെല്ലാം ചേർത്തല്ലോ, അപ്പം അതിലേക്ക് നമ്മൾ തീയലിലേക്ക് കടുകും മുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കടുക് വറുത്ത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീയൽ റെഡിയാവും. അപ്പോൾ തീയലും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ഫ്രൈങ് പാൻ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കി അതിനകത്തേക്ക് മീൻ വറുക്കാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ആ അരപ്പിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ മീനും കൂടെ വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലഞ്ച് ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് മോരിരിപ്പുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെന്താ, ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നുമില്ല, ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചതച്ച കുറച്ച് മോര്. അത് ചൂടൊക്കെ അല്ലേ, അപ്പം അങ്ങനെ ചതച്ച് മോരാക്കി വെച്ചതാണ്. അപ്പം അതാണ് ഞാൻ ഇതിൻ്റെ കൂടെ എടുക്കുന്നത്. അപ്പം അങ്ങനെ നമ്മുടെ മീനും വറുത്തു, എല്ലാം റെഡിയായി. ഇനി നമുക്ക് ചോറ് വിളമ്പാം. ചോറും തീയലും പിന്നെന്താ മീൻ വറുത്തതും മോരും പയറ് മെഴുക്കുവരട്ടിയും അത്രേ ഉള്ളൂ. വേറെ ഇത്രയും പോരെ, വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.